വേടൻ റിലേറ്റഡ് എന്ത് വന്നാലും സോഷ്യൽ മീഡിയയിലെ സോക്കോൾഡ് സംഘ് ബെൽറ്റിന് ഭയങ്കരമായ പണിയെടുക്കണം. ഇപ്പോൾ അതിനിടയിൽ കമൻ്റ് ഇടണം, അതിനെക്കുറിച്ച് ഹെയ്റ്റ് വരുത്തണം. അതങ്ങനെ അങ്ങനെ അങ്ങനെ കുറേ വേറെ യൂണിവേഴ്സിൽപ്പെട്ട കുറേ ചാണകങ്ങളെന്നല്ലാതെ അതിലൊന്നും പറയാനില്ല. കൂട്ടത്തിൽ ഇന്നുണ്ടായൊരു വിഷയം, വേടൻ്റെ അമ്മയുടെ ഫോട്ടോ ആയിട്ട് ഒരു ലേഡി കഴിഞ്ഞ ദിവസം കോഴിക്കോട് വെച്ച് നടന്ന ഒരു പ്രോഗ്രാമിൽ വേടൻ അവർ വന്ന് കണ്ടു. വേടൻ്റെ അമ്മയുടെ ഫോട്ടോ കൊടുത്തു. എൻ്റെ മക്കളെ, ഇതിനടിയിൽ ഞാൻ ആദ്യം നോക്കുമ്പോൾ സംഘ് ബെൽറ്റ് ചാടി വരും എന്നുള്ളത് നമുക്ക് ഓൾവേസ് എക്സ്പെക്റ്റഡ് ആണ്. ഇപ്പോൾ നടക്കുന്ന റീസെൻ്റ് ആക്ടിവിറ്റീസിൽ കുറേ ആൾക്കാർ പറന്നിട്ട് താത്താ സ്വർഗം വേണ്ടേന്ന് വെച്ചിട്ട് വേറെ കുറേ എണ്ണങ്ങൾ. എടേ, നിങ്ങൾക്ക് ഈ വിഷയം എന്താണെന്നും അല്ലെങ്കിൽ ഈ വിഷയത്തിലൂടെ എന്ത് ആശയം പുറത്തു കൊടുക്കാന്നുള്ളതൊന്നും നിങ്ങൾ ആലോചിക്കില്ലേ? നിങ്ങൾക്കൊന്നും മനുഷ്യരാണെന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. വേടൻ്റെ അമ്മയാണെന്ന് എനിക്കും ആദ്യം അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ലേഡി വരുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം ആ ലേഡിയുടെ വീഡിയോ കാണാം. എന്നിട്ട് കമൻറ്റ് ബോക്സിലെ കുറേ കമൻറ്റോളികളുടെ കമൻറ്റ് നമുക്കൊന്ന് വായിച്ചിട്ട് അതിന് എനിക്ക് രണ്ട് മറുപടി കൊടുത്തേ പറ്റൂടെ, എന്നാലും എനിക്ക് മനസ്സമാനത്തിൽ ഉറങ്ങാൻ പറ്റൂ. വേടൻ്റെ അമ്മയുടെ ഫോട്ടോ ആണല്ലേ നൽകിയത്? അമ്മയുടെ ഫോട്ടോ എങ്ങനെ കിട്ടി? അമ്മ എൻ്റെ കൂടെ കുറച്ചു കാലം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അമ്മയായിട്ട് നല്ലൊരു സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു ബന്ധമാണ്. അപ്പോൾ അവൻ്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നതും ആ ഫോട്ടോ കൊടുക്കുന്നതും. അത് അവനക്ക് ഭയങ്കര സന്തോഷമാവെന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്നതാണ്. അപ്പോൾ അമ്മേനെ കാണുമ്പോൾ വേടൻ്റെ അമ്മയാണ് അങ്ങനെ ഒന്നും അറിയില്ലായിരുന്നു അല്ലേ? ആദ്യം അറിയില്ലായിരുന്നു. വീട്ടിലെത്തി കുറച്ചു കാലം എൻ്റെ കൂടെ നിന്നപ്പോൾ എന്നോട് പറഞ്ഞ്, പിന്നെ ഇത് എൻ്റെ മോനെ ഇങ്ങനെ ഒരു പാട്ടുകാരനാണ്, യൂട്യൂബിലൊക്കെ ചെറുതായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് കാരണം. അപ്പോൾ എനിക്ക് വീഡിയോ കാണിച്ചു തന്നെ. അപ്പോൾ അവൻ നല്ല പാട്ടുകാരനായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൻ രക്ഷപ്പെട്ടെന്ന് ഇത് അമ്മക്കത് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. അമ്മ മരിച്ചുപോയി. ഞാൻ അമ്മനെ കുറേ ആയിട്ട് വാട്സപ്പിലൊക്കെ കോൺടാക്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ റിപ്ലൈ കിട്ടാതായപ്പോൾ അവൻ്റെ അച്ഛനെ വിളിച്ചു നോക്കി. അപ്പോഴാണ് അമ്മ മരിച്ച വിവരം അറിയുന്നത്. വേടന് വലിയ സന്തോഷമായില്ല? ആ, വേടന് ഭയങ്കര ഇമോഷണലി കുറച്ചൊരു ഫീലിംഗ് വന്നു അവൻ്റെ മുഖം കണ്ടപ്പോൾ. അമ്മയുടെ പ്രാർത്ഥന, അമ്മ വിചാരിച്ച പോലെ തന്നെ വേടൻ വലിയ നിലയിലെത്തിയിരിക്കുകയാണ്. അതെ, ഉഷാറാവട്ടെ. അവന് ഇത്രയും നല്ലൊരു നിലയിലെത്തിയത് നമുക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. പക്ഷെ അമ്മക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവൻ രക്ഷപ്പെട്ട കുടുംബം രക്ഷപ്പെടുന്നുള്ളത്. അപ്പോൾ എപ്പോഴും അവരെ മക്കളെ പറ്റി പറയായിരുന്നു. പക്ഷെ അവരെ കുറേ ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും മക്കളങ്ങനെ അറിയിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ അവൻ്റെ അമ്മേൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ വേടനോട് പറഞ്ഞ് പിന്നീട് ഒരിക്കൽ പേഴ്സണലി പറയാൻ. പക്ഷെ അവൻ കുറച്ച് ഇമോഷണൽ ആയിപ്പോയി ആ ഫോട്ടോ കണ്ടപ്പോൾ. ഫോട്ടോ കണ്ടപ്പോൾ അവൻ ആകെ അപ്സെറ്റ് ആയിപ്പോയി, ഒന്ന് ഡൗൺ ആയിപ്പോയി. അവൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പം എന്നോട് പറഞ്ഞ് വിളിക്കുക, സംസാരിക്കുക, വീട്ടിലേക്ക് ഒരു ദിവസം വിളിച്ചിട്ടുണ്ട്, വീട്ടിൽ വരണമെന്ന് പറഞ്ഞു. നമ്പർ ആദ്യം ഉണ്ട്. വേടൻ്റെ അച്ഛൻ്റെയും അമ്മൻ്റെയും ഹരിതൻ്റെതൊക്കെ ഉണ്ട്, പെങ്ങളതൊക്കെ ഉണ്ട്. അവരിന്ന് രാവിലെ അച്ഛൻ വിളിച്ചിരുന്നു. വൈകുന്നേരം അച്ഛൻ പറഞ്ഞ് ഇവിടെ മാനേജറെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞതാണ് സ്റ്റേജിൽ കയറി കൊടുക്കണം, അവന് സന്തോഷമാവുന്നത്. ഞാൻ ഒരു ഹൗസ് വൈഫാ, മുക്കത്താണല്ലേ, മണാശ്ശേരി. എത്ര അടിപൊളിയായിട്ട് ആ ലേഡി പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വേടൻ്റെ അമ്മ എൻ്റെ കൂടെ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആളാണ് എന്നുള്ളത്. അവർക്ക് വേണമെങ്കിൽ അത് എന്താ പറയുക, എൻ്റെ വീട്ടിൽ ജോലി ചെയ്ത ആളാണെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർക്ക് പറയാം, വേറെ വാക്കുകൾ അവർക്ക് ഉപയോഗിക്കാം. അവരുടെ ഒരു മാന്യത ഞാൻ ആലോചിക്കുന്നത്, അവരുടെ ഒരു മനസ്സാണ് ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ് വേടൻ്റെ അമ്മ, എൻ്റെ വീട്ടിലായിരുന്നു, ഞങ്ങൾ കുറേ കാലം ഒപ്പമായിരുന്നു. അത് മതിയടേ, അതിലും കൂടുതൽ വേണ്ട. ഒരു മനുഷ്യൻ്റെ വാക്കുകളുണ്ടല്ലോ, അയാളുടെ മനസ്സെന്ന് വരുന്ന വാക്കുകളും കൂടി ആകുമ്പോൾ അത് ഭയങ്കര ടച്ചിങ് ആണ്. പിന്നെ വേടനെ സംബന്ധിച്ചിടത്തോളം വേടൻ അമ്മയെക്കുറിച്ച് ഒരുപാട് എഴുതി പാടിയിട്ടുണ്ട്. അങ്ങനെ ഒരു മകന് ആ സ്ട്രഗിളിൻ്റെ സ്റ്റോറി മൊത്തം ആ വാക്കുകളിലുണ്ട്, വേടൻ്റെ വരികളിലുണ്ട്. അങ്ങനത്തെ ഒരു മകന് അമ്മയുടെ ഒരു ഫോട്ടോ എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രഷ്യസ് ആണ്. എനിക്കറിയില്ലായിരുന്നുണ്ടോ അമ്മയുടെ ഈ ഒരു വേടൻ്റെ അമ്മ മരണപ്പെട്ടതെന്നൊന്നും എനിക്കറിയില്ല. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ആ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്. സോ അങ്ങനത്തെ ഒരു അവസ്ഥയും കൂടി ആകുമ്പോൾ ഒരു മകന് അമ്മയുടെ ഫോട്ടോ, ഓക്കെ, അതും അവരുടെ വീട്ടിലുള്ള സമയത്ത് എടുത്തൊരു ഫോട്ടോ എന്ന് പറയുമ്പോൾ അത് വേടൻ കാണാത്തൊരു ഫോട്ടോ ആയിരിക്കും. അമ്മ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അത് കാണുമ്പോൾ ഭയങ്കര ഇമോഷണലായിരിക്കും. ഞാൻ ഈ സൈഡിൽ പ്ലേ ചെയ്യുന്ന വീഡിയോ അതാണ്. ഭയങ്കര ഇമോഷണലാണ് അത് വേടന്. അയാൾ ഇനി എത്ര ഉരുക്കാണ്, കല്ലാണ്, അയാളുടെ എന്താ പറയുക സ്ട്രോങ് രാഷ്ട്രീയമാണ്, വാക്കുകൾ തീയാണെന്നൊക്കെ പറഞ്ഞാലും പാരൻസ് ചോരയാണ്, അമ്മയാണ്, അച്ഛനാണ്. ഓക്കെ, ഇതിനടിയിലും വന്ന് ഈ രാഷ്ട്രീയവും മതവും കലർന്ന് കമൻ്റ് ഇടുന്ന
എൻ്റെ പൊന്നേ, ഈ റോക്കറ്റുകളോട് ഞാൻ എന്ത് പറയാൻ. കുറേ എണ്ണങ്ങൾ പർദ്ദ മാറ്റി പറ മോളെ, സമുദായത്തിൻ്റെ പേര് കളയാൻ ഓരോ ജന്മങ്ങൾ. അവിടെയും പർദ്ദയും മതമൊക്കെയാണ് പ്രശ്നം. ആ മതത്തിലും മുസ്ലിം മതത്തിലും ഉമ്മ എന്നുള്ള വാക്കിൻ്റെ അർത്ഥവും അതിൻ്റെ വിലയും അതിൻ്റെ സ്ഥാനമൊക്കെ മനസ്സിലാക്കിയ ഒരുത്തൻ ഇങ്ങനെ എന്തായാലും കമൻ്റ് ഇടില്ല. ഉമ്മേൻ്റെ മുകളിലൊന്നും അല്ല മോനെ ഒരു പടച്ചവനും ഒരു മതവും. അതാദ്യം മനസ്സിലാക്കണം. ഇവളുടെ വീട്ടിൽ ഇവൾ മാത്രമാണോ ഉള്ളത്? ആണുങ്ങളില്ലേ? ഇങ്ങനെ വന്നാൽ പുതിയ കസ്റ്റമറെ കൂട്ടും. അതാണ് താത്ത വന്നത്. ഇവനൊക്കെ ആരുടെ ഇവനൊക്കെ? ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ജാതി മതവും നോക്കിയിട്ടുള്ള കുറേ സാധനങ്ങളാണ്. പിന്നെ റീസെൻ്റ് ആയിട്ടുള്ള വേടൻ്റെ കേസ് വെച്ചിട്ടുള്ള പരിപാടികൾ. കുറച്ച് പൊതി കൊണ്ടുപോയി കൊടുക്ക്, കുറച്ച് മറ്റേത് ചെയ്യ്. അയാളതൊന്ന് മാറി, അയാൾ കംപ്ലീറ്റ്ലി മാറി. അയാളുടെ പാട്ടും സംഗതിയും പരിപാടികളൊക്കെ ആയിട്ട് പോവാണ്. അതിനിടയിൽ വീണ്ടും നിങ്ങൾ വിടാതെ നിങ്ങളുടെ പണി നിങ്ങൾ എടുക്കുക, അല്ലാതെ എന്താ? ഞാൻ എൻ്റെ പണി എടുക്കും. അടുത്തത്, അതാ പറഞ്ഞത് ഇവന് പിന്നിൽ ജിഹാദികളാണെന്ന്. അതാ അവൻ ജിഹാദികൾക്ക് വേണ്ടി സനാതനികളെ തെറി പറയുന്നത്. അത് ശരി, ഏതാ തൊപ്പിയൊക്കെ ഇട്ടിട്ട് വാളും പരിചയം പിടിച്ച് വെങ്കട്ട കോട്ടയ്ക്കൽ. നമ്മളെ നാട്ടിൽ തന്നെയാണല്ലോ ഈ മുതൽ. എന്താണെങ്കിലും ഇത്ര എഴുതിയിട്ടല്ലേ. എക്സ്പയറി ഡേറ്റ് കഴിയാനായ ചന്തുവിൻ്റെ ഏതോ കുടുംബക്കാരനാണ് തോന്നുന്നു. കൊള്ളാൻ തലകിലും DP. അല്ല താത്ത, വേറൊരു പണിയുമില്ലേ നിങ്ങൾക്കൊന്നും? റീച്ചിന് വേണ്ടി എന്ത് തോന്നിവാസവും ചെയ്യാൻ ഇന്ന് സമുദായത്തിലെ മുസ്ലിം യുവതികൾ ഉണ്ട്. ലജ്ജ എന്നൊരു സാധനം മനുഷ്യന് ദൈവം കൊടുത്തിട്ടുണ്ട്. പടച്ചവൻ അവൻ്റെ സൃഷ്ടിയെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ ആദ്യം ലജ്ജ അവളിൽ നിന്നോ അവനിൽ നിന്നോ എടുത്തു മാറ്റും. ഇതൊക്കെ ഏത് നൂറ്റാണ്ടിൽ ജനിച്ച ചെക്കന്മാരാണ്? ഈ DP ഒക്കെ കാണുമ്പോൾ ഇവനൊക്കെ ഏതോ 2K ആണ്. ഇനിയിപ്പോൾ ഞാൻ തിരിച്ച് പറയുന്നൊന്നുമില്ല. ബട്ട് ഈ ജനറേഷനിലും സ്ത്രീകൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. മതത്തിൽ നിൽക്കുമ്പോൾ സ്ത്രീ അടങ്ങി ഒതുങ്ങി നിൽക്കണം. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഇവൻ്റെ വീട്ടിലെ സ്ത്രീകളുടെ ഒരു അവസ്ഥ ഞാൻ ആലോചിച്ചു. ഇവൻ്റെയൊക്കെ ചുറ്റും ജീവിക്കേണ്ട ഒരു ഗതികേട് ആ വീട്ടിലെ സ്ത്രീകൾക്ക് വന്നുള്ളൂ. ഇവനൊക്കെ പറ്റും ഉമ്മാൻ്റെയൊക്കെ ഒരു അവസ്ഥയാണ്. അയ്യോ, ഈ കഥയൊന്നുമല്ല. ഇപ്പോൾ ആ അമ്മയെ വെള്ള പൂശുകയാണ്. ഞാൻ വേടൻ്റെ ഫാമിലി ഫ്രണ്ടാണ്. വേടൻ്റെ കുഞ്ഞുനാളിൽ ഈ കുട്ടികളെ, അതും 3 കുട്ടികൾ, അതിൽ ഒരു പെൺകുട്ടി ഇവരെ ഉപേക്ഷിച്ച് പോയത് ശരിയാണെന്നാണ് ഉദ്ദേശിച്ചത്. ഒരു ദിവസം നേരം വെളുക്കുമ്പോൾ സ്വന്തം അമ്മയെ കാണുന്നില്ല. ആ വേർപാട് എത്ര സഹിച്ചിട്ടുണ്ടാകും? ഈ കൊച്ചു കുട്ടികളെ വിട്ട് സ്വന്തം സുഖം തേടി പോയവരെ കുറിച്ചാണോ ഇവർ പറയുന്നത്? വേടൻ്റെ പല പാട്ടിലും ഇതെല്ലാം ഉണ്ട്. അവസാനം ഈ അമ്മ തിരികെ വന്നപ്പോൾ എല്ലാം മറന്ന് മരണം വരെ നോക്കിയതും വേടനും കുടുംബവുമാണ്. ആ ലാസ്റ്റ് എഴുതിയ വാക്കേ ഉള്ളൂ, ആ വരികളേ ഉള്ളൂ. എല്ലാം മറന്ന് അമ്മയാണ്, ജനിപ്പിച്ച സ്ത്രീയാണ് നോക്കി. പിന്നെ ഈ എഴുതിയിട്ട ആൾക്ക് ഇത് എത്രത്തോളം ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഈ കുടുംബത്തിനുമായിട്ട് എത്ര റിലേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫാമിലി ഫ്രണ്ടാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ വന്ന് എഴുതി ഇടൂല്ല. അതാണ് അതിൽ ഏറ്റവും കോമഡി. ഏതെങ്കിലും ഒരു ഫാമിലി ഫ്രണ്ട് പോയിട്ട് ഈ വീഡിയോനിടയിൽ ഇങ്ങനെ പോയി. അപ്പോൾ ഫാമിലി ഫ്രണ്ടിൻ്റെ ആവശ്യം എന്താ? ഇത് 10 ആളെന്ന് അറിയിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ 10 ആളെന്ന് അറിയണം. നല്ല ഫാമിലി ഫ്രണ്ടാണല്ലോ ഇപ്പോൾ, കൊള്ളാം. പിന്നെ ആസ് യൂഷ്വൽ ഇതിനിടയിൽ ഞാൻ കുറേ വെക്കുന്നുണ്ട്. മറ്റേ ഇത് ജസ്ന ഗുരുവായൂരിനെ പോലെ കൃഷ്ണൻ്റെ ഫോട്ടോ കൊടുത്ത പോലെ ആകുമോ? പിന്നെ ഇതൊക്കെ ഒരു അജണ്ടയാണ്, എല്ലാം ജിഹാദികളുടെ കളിയാണ്. ഭാരതാംബയെയും പ്രധാനമന്ത്രിയെയും അവഹേളിച്ച ന്യൂനപക്ഷങ്ങളുടെ പ്രീതി പറ്റാൻ വേണ്ടി നടക്കുന്ന ജിഹാദികളുടെ ബാക്കപ്പുള്ള വേടന്നൊക്കെ പറഞ്ഞിട്ട് ഘോരമായിട്ട് ഇരുന്ന് സംഘ് പ്രൊഫൈലുകൾ ഒരു സൈഡിലിരുന്ന് അങ്ങനെ എഴുതി വിടുക. നിങ്ങളൊന്ന് നോക്ക്, സ്റ്റണ്ടാണ് വേടൻ ലിറ്ററലി ആ ഫോട്ടോ കണ്ടതോടുകൂടി കിളി പാറി എന്നുള്ള അവസ്ഥയല്ലേ? അങ്ങനെയാണ് ആ ഫോട്ടോ കണ്ടതിന് ശേഷം വേടൻ നിൽക്കുന്നത്. ഒരു മനുഷ്യൻ അങ്ങനെ ഒരു നിൽക്കണം എന്നുണ്ടെങ്കിൽ അത് ഒരു പെർഫോമൻസിൻ്റെ ടൈമിൽ ഒരാൾ എത്രത്തോളം ഹൈ ആയിരിക്കും നിങ്ങൾ ആലോചിച്ചു. ഒരു സ്റ്റേജ് പെർഫോമൻസിന് ഒരു ആർട്ടിസ്റ്റ് അപ്രോച്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കഴിഞ്ഞിട്ടോ അയാൾ ഭയങ്കര ഹൈ ആയിട്ടാവും നിൽക്കുന്നത്. ആ സിറ്റുവേഷനിൽ അയാൾ ഉരുകി ഒലിച്ച് ഒന്നും അന്തവും കുന്തവും കിട്ടാത്ത അവസ്ഥയിൽ ഇങ്ങനെ ഞെട്ടി നിൽക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ
ആ അമ്മ അതിൻ്റെ വാല്യൂ അതാണ്. അതുപോലും തിരിച്ചറിയില്ല, അല്ലെങ്കിൽ അത് കൊടുത്ത വ്യക്തി കാണിച്ച ആ ഒരു നല്ല പ്രവൃത്തി മനസ്സിലാക്കാതെ അതിലിരുന്ന് ജാതിയും മതവും നോക്കി വിമർശിക്കുന്ന, എന്ത് പറയാനാണ്. പച്ചത്തെറിയാണ് പറയേണ്ടത്, പക്ഷെ ഇങ്ങനത്തെ ഒരു കോണ്ടന്റ് ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നല്ല വെടിപ്പായിട്ട് വിളിക്കണം ഇവരെയൊക്കെ. ഇവരെയാണ് പേടിക്കണ്ടേ. സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് പ്രൊപ്പഗണ്ട മുന്നിൽ വെച്ച് കോണ്ടന്റ് ഉണ്ടാക്കുന്ന ക്രിയേറ്റേഴ്സോ ചാനലുകളോ അല്ല. ഇങ്ങനെ മാസമായിട്ട് കയറി ഓടി വരുന്ന നമ്മളിടയിൽ തന്നെയുള്ള മതവും ജാതിയും തലയിൽ പിടിച്ച് വെറി പിടിച്ച് നടക്കുന്ന സ്ലീപ്പർ സെല്ലുകളായിട്ട് ഇങ്ങനെ കമൻറ്റോളികളെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. എന്താ അവസ്ഥ. നല്ലൊരു ഫ്രെയിം ആ മനുഷ്യന് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ഗിഫ്റ്റ്, ഇതുവരെ ഏത് സ്റ്റേജിൽ നിന്ന് കിട്ടിയതിൽ ഏറ്റവും വലിയ ഗിഫ്റ്റ്. പലതും കിട്ടിയിട്ടുണ്ട് വേടന് പല സ്റ്റേജിൽ നിന്ന്. ഇതായിരിക്കും വേടൻ്റെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലുത് ഇനി അങ്ങോട്ടുള്ളതിലും. എന്നാലും പുറത്ത് വരുമ്പോൾ അതിലൊക്കെ ഇമാതിരി തീട്ടന്മാരെ അറിയാൻ കുറേ എണ്ണങ്ങൾ.